കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത് ജോബ് ഇവാലുവേഷൻ എന്ന ടോപ്പിക്കായിരുന്നു. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡിഫറെൻറ്റ് ജോബ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ വ്യത്യസ്ത ജോബുകൾ ഇവാലുവേറ്റ് ചെയ്ത് ഓരോ ജോബിനും ഒരു വാല്യൂ കൊടുത്ത് ആ ജോബ് ഏറ്റെടുക്കുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ജോലിക്കാരെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അവർക്ക് എത്ര വേജ് അല്ലെങ്കിൽ സാലറി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ജോബ് ഇവാലുവേഷൻ എന്ന് പറയും. ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. നോൺ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്. സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇതിലെ നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സിൽ വരുന്ന രണ്ട് മെത്തേഡുകളാണ് റാങ്കിങ് മെത്തേഡ് ആൻഡ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വരുന്ന രണ്ട് മെത്തേഡുകളാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് ആൻഡ് പോയിന്റ് റേറ്റിംഗ് മെത്തേഡ്. ഇതിലെ ഫസ്റ്റ് മെത്തേഡ് ആയ റാങ്കിങ് മെത്തേഡ്. റാങ്കിങ് മെത്തേഡിൽ എ കമ്മിറ്റി സ്റ്റഡീസ് all the jobs and job description in the organization and they are arranged or ranked in ascending order beginning with the one of maximum requirement. റാങ്കിങ് മെത്തേഡിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. അതായത് ഈ വർക്കുമായി ഫെമിലിയർ ആയ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റി ആ ഓർഗനൈസേഷനിലെ എല്ലാ ജോബുകളും പഠിച്ച് അതിനനുസരിച്ച് ഓരോ ജോബിനും റാങ്കിങ് കൊടുക്കുന്ന മെത്തേഡിനെയാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. റാങ്ക് കൊടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഫസ്റ്റ് വൺ എമൗണ്ട് ഓഫ് വർക്ക്, സൂപ്പർവിഷൻ നീഡഡ്, റെസ്പോൺസിബിലിറ്റീസ് റിക്വയർഡ്, ഡിഫിക്കൽട്ടി ഇൻ വർക്ക്, monotony of work, working conditions, knowledge and experience needed. ഈ 7 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താണ് ഓരോ ജോബിനും ഓരോ റാങ്കിങ് കൊടുക്കുന്നത്. ഇതിലെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രേഡിംഗ് മെത്തേഡാണ്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രേഡിംഗ് മെത്തേഡിൽ the job evaluation committee goes through each job description and classifies the jobs of similar skills, difficulties, responsibilities under one group or grade. All the jobs in the same grade should receive the same wage. ഒരു ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. അവർ ഒരു ജോലിയുടെ സ്കില്ല്, അതിൽ വരുന്ന ഡിഫിക്കൽട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം കോമൺ ആയി വരുന്ന ജോലികളെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രേഡായി വേർതിരിക്കും. അതിലെ ഒരു ഗ്രേഡിൽ വരുന്ന ജോലികൾക്ക് ഒരേ വേജ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിയിലെ ഫിറ്റേഴ്സ് എന്ന
ജോബ് ചെയ്യുന്നതിന് വേണ്ടി ഫിറ്റർ 1, ഫിറ്റർ 2, ഫിറ്റർ 3 എന്നിങ്ങനെ ഗ്രേഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനെ സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതോടൊപ്പം ഒരു ഓർഗനൈസേഷനിലെ ക്ലർക്കൽ ഗ്രേഡുകൾ ഉള്ള ക്ലർക്സിനെ UDC, LDC, റെക്കോർഡ് അസിസ്റ്റന്റ് ഇങ്ങനെ വേർതിരിക്കാം. ഈ ഒരു ഗ്രേഡിനനുസരിച്ചായിരിക്കും അവരുടെ വേജ് അല്ലെങ്കിൽ പേയ്മെന്റ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് ഈസ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. 5 ഫാക്ടറുകൾ കൺസിഡർ ചെയ്ത് ആണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സ്കിൽ, മെന്റൽ എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി, വർക്കിംഗ് കണ്ടീഷൻസ്. ഈ 5 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് അതിനനുസരിച്ച് ഓരോ ഫാക്ടറിനും ഓരോ വാല്യൂ കൊടുത്ത് ഉള്ള രീതിയിലാണ് ഈ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ എ ഫ്യൂ കീ ജോബ്സ് ആൻഡ് റെക്കോർഡ് their wages. Analyze the key jobs for each of the 5 factors. Allocate the salary amongst the 5 factors in proportion to their requirements and importance. This formulates a money rating scale for each of the 5 factors. Analyze the job to be evaluated into the 5 factors as per job requirements. Determine the importance of each factor and assign a monetary value to each factor. ഈ സ്റ്റെപ്പുകൾ ഒരു എക്സാമ്പിളായി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 കീ ജോബ്സ് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. J1, J2, J3 ആൻഡ് J4. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ജോബാണ് JC. ഇതിലെ 5 ഫാക്ടേഴ്സ് ആണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത 5 ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്കിൽ, മെന്റൽ എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഈ 4 ജോബുകൾക്ക് J1, J2, J3 ആൻഡ് J4 ആദ്യം തന്നെ നമ്മൾ ഒരു സാലറി നിശ്ചയിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, J1 780 rupees, J2 660 rupees, J3 620 rupees and J4 940 rupees. ഈ സാലറികൾ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഈ വേജസ് നിശ്ചയിക്കുന്നത് ഈ 5 ഫാക്ടേഴ്സിന് അനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ, J1 എന്ന ജോബിന് ഏറ്റവും അധികം വേണ്ടത് റെസ്പോൺസിബിലിറ്റി ആണ്. സോ അതിനാണ് മാക്സിമം വാല്യൂ ആയ 300 കൊടുത്തിരിക്കുന്നത്. വർക്കിംഗ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം വാല്യൂ കൊടുത്തിരിക്കുന്നത് J2 എന്ന ജോബിനാണ്, 220 rupees. ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സിനനുസരിച്ച് അതിന് അനുസരിച്ചിട്ടുള്ള സാലറി നമ്മൾ ഓരോ ജോബിനും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ J1 എന്ന ജോബിന്റെ 5 ഫാക്ടേഴ്സിനുള്ള വാല്യൂ 180 plus 40 plus 220 plus 300 plus 40 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 780 rupees എന്ന് കിട്ടും. ഈ 4 ജോബുകളും നമ്മൾ നേരത്തെ തന്നെ സാലറി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ജോബാണ്
JC എന്ന് പറയുന്നത്, അതായത് ജോബ് ടു ബി ഇവാലുവേറ്റഡ്. ഈ 5 ഫാക്ടേഴ്സിനനുസരിച്ച് ഈ 4 ജോലികളും കമ്പയർ ചെയ്ത് നമ്മൾ JC എന്ന ജോബിന് വാല്യൂസ് കൊടുക്കുന്നു. 100, 60, 60, 220, 120. ഈ 5 ഫാക്ടേഴ്സിനും അതിനനുസരിച്ചുള്ള സാലറീസ് കൊടുക്കും. ഇവ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ₹560 എന്ന് പറയുന്നതാണ് JC എന്ന് പറഞ്ഞ ജോബിന്റെ ടോട്ടൽ വാല്യൂ. ഈ ഒരു രീതിയിലാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്, അതായത് നമുക്ക് ഒരു ജോലിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഓർഗനൈസേഷനിൽ തന്നെ വേറെ 4 ജോബുകൾ കൺസിഡർ ചെയ്ത് അവ തമ്മിൽ ഫാക്ടറുകൾ കമ്പയർ ചെയ്ത് ആണ് ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് മെത്തേഡ് ഈസ് പോയിന്റ് റേറ്റിംഗ് മെത്തേഡ്. In point rating method, each job is first divided into a number of factors which in turn are further subdivided into grades or degrees. Each degree is awarded certain points, and when such points for all the degrees are totaled, they indicate the importance of the job in the organization. Consequently, a suitable wage rate proportional to the points is determined. ഈ ഒരു മെത്തേഡിലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 4 ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്കിൽ, എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി, വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞ 4 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു. അതിന് ഓരോന്നിനും സബ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സ്കിൽ എന്നതിന് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എക്സ്പീരിയൻസ്, ജഡ്ജ്മെന്റ് ആൻഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ 3 സബ് ഫാക്ടേഴ്സ് ഉണ്ട്. സെക്കൻഡ് ഫാക്ടർ എഫേർട്ടിന് ഫിസിക്കൽ എഫേർട്ടും മെന്റൽ എഫേർട്ടും ഉണ്ട്. ആൻഡ് ഫോർത്ത് പോയിന്റിന് വർക്കിംഗ് കണ്ടീഷനും എക്സ്പോഷർ ടു ഹസാർഡ്സ്, അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ സബ് ഫാക്ടേഴ്സും ഉണ്ട്. ഈ 4 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് നമ്മൾ ഓരോ ഫാക്ടറിനും വെയിറ്റേജ് കൊടുക്കുന്നു. അതായത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന് 20, എക്സ്പീരിയൻസ് 12, ജഡ്ജ്മെന്റ് ആൻഡ് ഇനീഷ്യേറ്റീവ് 25, ഫിസിക്കൽ എഫേർട്ട് 8, മെന്റൽ എഫേർട്ട് 12, റെസ്പോൺസിബിലിറ്റി 15, എക്സ്പോഷർ ടു ഹസാർഡ്സ് 3, അതർ ഫാക്ടേഴ്സ് 5. ഈ വെയിറ്റേജുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പെർസെൻറ്റേജ്, അതായത് 100% കിട്ടും, 100% കിട്ടും. അതിനനുസരിച്ച് ഓരോ ഗ്രേഡുകളും കൊടുത്തിട്ടുണ്ട്. G1, G2, G3, G4. ഓരോ ഗ്രേഡിനും വരുന്ന വാല്യൂ എന്ന് പറയുന്നത് കൂടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പറുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സ്കിൽ എന്ന് പറയുന്നത് വെയിറ്റേജ് 20 ആയിരിക്കും. എഫേർട്ടിന് വെയിറ്റേജ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. റെസ്പോൺസിബിലിറ്റിക്ക് വെയിറ്റേജ് 30 ആണെന്ന് വിചാരിക്കുക. വർക്കിംഗ് കണ്ടീഷന് വെയിറ്റേജ് എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കുക. നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 110 പോയിന്റ്സ് കിട്ടും, 110 പോയിന്റുകൾ കിട്ടും. അതിലെ ഓരോ പോയിന്റിനും ₹10 ആണ് വാല്യൂ എങ്കിൽ ടോട്ടൽ 110 പോയിന്റ്സിന് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 1100 പോയിന്റ്സ്, 1100 rupees ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് ഓരോ ജോബിനുമുള്ള വെയിറ്റേജിനനുസരിച്ച് സാലറി അല്ലെങ്കിൽ വേജ് നിശ്ചയിക്കുന്നത്.